KPCC പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റ് സുധാകരന് ആരോഗ്യമില്ലെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി പുതിയ പ്രസിഡന്റിനെ നിയമിക്കണമെന്നുമുള്ള വർത്തമാനം കഴിഞ്ഞ കുറെ കാലമായി അന്തരീക്ഷത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും സുധാകരനും തമ്മിൽ ചേരാത്തതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ പ്രതിനിധി വേണം എന്ന വാദമുയർത്തി മുമ്പോട്ട് വന്നത് സതീശനായിരുന്നു. അങ്ങനെയാണ് സകല കോൺഗ്രസുകാരെയും ഞെട്ടിച്ചുകൊണ്ട് റോജി M. ജോണോ, ഡീൻ കുര്യാക്കോസോ ഒക്കെ KPCC പ്രസിഡന്റ് ആവട്ടെ എന്ന വാദവുമായി ചിലർ രംഗത്ത് വന്നത്. പിന്നീട് പേരാവൂർ MLA സണ്ണി ജോസഫും പത്തനംതിട്ട MP ആന്റോ ആന്റണിയും ഒക്കെ KPCC പ്രസിഡന്റ് ആകും എന്ന വാർത്തകൾ പരന്നു. ക്രിസ്ത്യാനിയാണ് എന്നത് മാത്രമായിരുന്നു ഇവർക്കൊക്കെ യോഗ്യതയായി കണക്കാക്കിയത്. അതേസമയം KPCC പ്രസിഡന്റ് ആകാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്ന K. മുരളീധരൻ, ഒരിക്കലെങ്കിലും KPCC പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവരൊക്കെ മത്സര രംഗത്തുണ്ട്. ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് ബെന്നി ബെഹനാനോ സണ്ണി ജോസഫോ അടൂർ പ്രകാശോ KPCC പ്രസിഡന്റ് ആവുമെന്നാണ്. ഇതിൽ ബെന്നി ബെഹനാൻ ആരുടെ പ്രതിനിധിയാണ് എന്ന ചോദ്യം ബാക്കിയാവുന്നു. മിടുക്കനാണെങ്കിലും കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് സകല ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഒറ്റയാനായി കഴിയുന്ന ബെന്നി ബെഹനാനെ ആര് പിന്തുണയ്ക്കും എന്ന് കണ്ടറിയണം. കിറ്റക് സാബുവിനെ കൊണ്ട് 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി കോൺഗ്രസ് സ്വയം പണി ചോദിച്ചു വാങ്ങിയതിന് ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ പറയും അത് ബെന്നി ബെഹനാനാണെന്ന്. അതുപോട്ടെ കേരള കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയതും കൗശലക്കാരനായ ബെന്നി ബെഹനാന്റെ കരവിരുതിന്റെ ഭാഗമായിരുന്നു. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ബെന്നി ബെഹനാൻ KPCC പ്രസിഡന്റ് ആവാൻ രംഗത്തുണ്ട്. സണ്ണി ജോസഫ് ശുദ്ധനായ ഒരു മനുഷ്യനാണെങ്കിലും KPCC പ്രസിഡന്റ് പോലെ ഉയർന്ന സ്റ്റേച്ചറുള്ള ഒരു തസ്തികയിൽ നിയമിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതിൽ ഏറ്റവും മൂല്യമുള്ള പേര് അടൂർ പ്രകാശിന്റേത് തന്നെയാണ്.